നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ചേഞ്ച് എന്താണ്, ഒരു മാറ്റം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇപ്പോഴീ റിലേഷനിൽ ഒരു മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയാണ്. അതായത് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു അകൽച്ച ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. രണ്ടുപേരും മാനസികമായിട്ടൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോയതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയി നിൽക്കുന്ന ഒരു അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ഇനി വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച്, അതായത് നിങ്ങൾ എന്താണോ ഈ റിലേഷനിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അത്രയും നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മുന്നോട്ട് ഈ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഈ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവര് സ്നേഹത്തോടെ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഈ റിലേഷനിലോട്ട് തിരിച്ചു വരാൻ. അതും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. എല്ലാം കപ്സ് എനർജിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു അകൽച്ച സത്യം പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അകൽച്ച അതിനു കൂടി ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നത്. അവർ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരാൻ നിങ്ങളെ ചൂസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്നാണ് കാണിക്കുന്നത്. ദ ഫുൾ കാർഡ് ആണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയി, നിങ്ങൾ തമ്മിൽ പരസ്പരം ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായി, എന്തൊക്കെ പ്രതിസന്ധികൾ ഈ റിലേഷനിൽ വന്നാലും ഇവിടെ ഈ റിലേഷൻ പഴയ പോലെ തന്നെ ആ ഒരു ബോണ്ടിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള അകൽച്ചകൾക്കൊക്കെ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അകൽച്ചകളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സിക്സ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് ഇതുവരെ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് റിലേഷന് മാറിപ്പോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവര് ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് പോവുക, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുകയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡീപ്പ് ലെവലിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇത് മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ജഡ്ജ്മെന്റ് കാർഡാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ആ രീതിയിലുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവര് ഈ റിലേഷൻ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലോട്ട് ഈ റിലേഷൻ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സീക്രട്സ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങളെ പേഴ്സണ് തുറന്ന് പറയാനായിട്ടുണ്ട്. ചിലപ്പോൾ അവരത് തുറന്ന് പറയാത്ത കാരണമായിരിക്കും നിങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷനും നിങ്ങൾ ഈ പേഴ്സണെ തെറ്റിദ്ധരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും അവര് നിങ്ങളോട് ഇതുവരെ പറയാതെ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ അത് അവര് ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹോൾഡിംഗ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ ഓപ്പൺ അപ്പ് ആവാൻ അല്ലെങ്കിൽ അതെല്ലാം തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. റണ്ണർ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടാതെ നിങ്ങളൊരു റണ്ണർ എനർജിയിലോട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഇനിയും ഈ പേഴ്സന്റെ പിറകെ ഓടിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറെ ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേസ് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലെവലിലോട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അൺഅപ്രീസിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് ചില സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺസേൺ ആയിട്ട് അതേക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ അവർക്ക് ഫീൽ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അതൊക്കെ അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അതായത് അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അത്രയും പ്രാധാന്യം കൊടുക്കാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് റിലേഷൻ മാറും എന്നാണ് കാണിക്കുന്നത്. ബി അസേർട്ടീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് അസേർട്ടീവ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇഫ് യു ബിലീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള, അതായത് നിങ്ങൾ എത്രമാത്രമാണ് ഈ റിലേഷനിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം, അവരുടെ സ്നേഹത്തിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു, അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് മുന്നോട്ടുണ്ടാവുക. അതായത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അതല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്, ഒരു പോസിറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ ക്രിയേറ്റഡ് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ സി 1985 ജനുവരി, ആയില്യം. ലെറ്റർ ഒ 1991, 1993, ചതയം, ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ, പൂയം, രേവതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.